വൈക്കത്ത് പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വൈക്കം എഇഒ ഇൻചാർജ് ശ്യാംകുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിങ്കളാഴ്ച രാവിലെയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ. കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ശ്യാംകുമാർ മനോവിഷമത്തിലായിരുന്നെന്നും ജോലിഭാരം മൂലം സമ്മർദ്ദത്തിലായിരുന്നുവെന്നും കാണിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഞായറാഴ്ച വൈകിട്ടാണ് പുഴയിൽ നിന്നും മൃതദേഹം കിട്ടിയത്. ശനിയാഴ്ച രാവിലെ മുതലാണ് ഇദ്ദേഹത്തെ കാണാതായത്. പുലർച്ചെ വീട്ടുകാർ ഉണർന്നപ്പോഴാണ് ഇദ്ദേഹം വീട്ടിലില്ല എന്ന കാര്യം അറിയുന്നത്. പോകാനിടയുള്ള സ്ഥലങ്ങളിലും ബന്ധുവീടുകളിലും അന്വേഷിച്ച ശേഷം വൈക്കം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഒരു കാരണവശാലും ശ്യാമിനത് ചെയ്യേണ്ട ഗതികേടില്ല. അത്രക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടില്ല, മാനസിക ബുദ്ധിമുട്ടാണ് പുള്ളിയുടെ എല്ലാ പ്രശ്നവും, അല്ലാതെ വേറെ ഒന്നുമല്ല. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ മിനിയാന്ന് ഇവിടെ തെങ്ങ് കയറിയപ്പോൾ എനിക്ക് ജോലി കട്ടി കൂടുതലാണ് ധനരാജൻ ചേട്ടാന്ന് പറഞ്ഞു. ഞാനത് ഒരു സാരമില്ലെന്ന് പറഞ്ഞു, അതൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നല്ല സുഖമായി ജീവിക്കുന്ന ആൾക്കാരാണ്. ഞാൻ എല്ലാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവനോട് പറയണതാണ്. ഉദയനാപുരം അക്കരപ്പാടം കയർ വ്യവസായ സഹകരണ സംഘത്തിന് സമീപത്തെ കടവിൽ നിന്ന് ഞായറാഴ്ച വൈകുന്നേരമാണ് മൃതദേഹം കണ്ടെത്തിയത്. കടവിൽ മൃതദേഹം കമഴ്ന്നു കിടക്കുന്ന നിലയിൽ കണ്ട പ്രദേശവാസികൾ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് മൃതദേഹം കരയ്ക്കെത്തിച്ചതിനെ തുടർന്ന് ബന്ധുക്കളെത്തിയാണ് മൃതദേഹം ശ്യാംകുമാറിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ വൈക്കം ഓഫീസിലെ സീനിയർ സൂപ്രണ്ടായിരുന്ന ശ്യാംകുമാറിന് 2 മാസം മുമ്പാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അധിക ചുമതല കൂടി ലഭിക്കുന്നത്. 2 ജോലികൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാതെ ശ്യാംകുമാർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ന്യൂസ് ബ്യൂറോ, കോട്ടയം.